ഇടുക്കി പൂപ്പാറയിലെ പന്നിയാർ പുഴ അനധികൃതമായി കയ്യേറി ആ കയ്യേറി കൊണ്ട് 89 കെട്ടിടങ്ങൾ, അതായത് 29 വീടുകൾ ഉൾപ്പെടെ വാണിജ്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 89 കെട്ടിടങ്ങളാണ് പന്നിയാർ പുഴയിൽ കയ്യേറിക്കൊണ്ട് അനധികൃതമായി നിർമ്മിച്ചതെന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ആ ഹൈക്കോടതിയുടെ കണ്ടെത്തലിനടിവിൽ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പൊളിക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം ഈ വീടുകൾ ഒഴിയുന്നതിനായും കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടി സീൽ വെക്കുന്ന നടപടിയും ഉണ്ടായിരുന്നു. വീടുകൾ ഒഴിഞ്ഞു പോകാൻ ആളുകൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു, മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കച്ചവട സ്ഥാപനങ്ങളെല്ലാം നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പൂട്ടുകയും സീൽ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ 29 വീടുകളാണ് ഈ പ്രദേശത്ത് ഉൾപ്പെടുന്നത്. വീടുകൾ ഒഴിപ്പിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ തന്നെ എതിർപ്പ് ഉയർന്നിരുന്നു. കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കാതെ ആളുകൾ മാറില്ല എന്നുള്ള നിലപാട് ആളുകൾ നേരത്തെ തന്നെ എടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസിനെ അവഗണിച്ച് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒഴിപ്പിക്കാനെത്തിയ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനെത്തിയ KSEB ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകളെയും ജനപ്രതിനിധികളെയും നാട്ടുകാർ തടഞ്ഞു വെക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിധി നടപ്പാക്കേണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പന്നിയാർ പുഴയുടെ പകുതി ഭാഗത്തോളം കയ്യേറിയാണ് ഇത്തരത്തിലൊരു അനധികൃത നിർമ്മാണം നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിർമ്മാണങ്ങളെല്ലാം പൊളിച്ചു നീക്കി പുഴയുടെ സ്വാഭാവിക നീരൊഴുക്ക് വീണ്ടെടുക്കണമെന്നും പുഴയുടെ സ്വാഭാവിക അളവ് വീണ്ടെടുക്കണമെന്ന് കൃത്യമായ ഹൈക്കോടതി വിധിയുണ്ട്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടത്തിന് വിധി നടപ്പിലാക്കിയേ മതിയാവൂ. എന്തുതന്നെയായാലും നിലവിൽ ഇപ്പോൾ സ്ഥലത്ത് ശാന്തൻപാറ പഞ്ചായത്തിലെ ഈ പറയുന്ന ശാന്തൻപാറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഘം ചേരുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് വിലക്കുണ്ട്. 500-ലധികം പോലീസുകാരെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും കച്ചവട സ്ഥാപനങ്ങൾ പൊളിക്കുന്ന നടപടിയാണ് ഇപ്പോൾ നിലവിൽ പ്രാഥമിക ഘട്ടമായി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷമാണ് വീടുകളിലെ 29 കുടുംബങ്ങളുണ്ട്, 29 വീടുകളുണ്ട്. ആ വീടുകൾ പൊളിക്കുന്ന ഘട്ടത്തിൽ പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്തുതന്നെയായാലും നിലവിൽ ഇപ്പോൾ സ്ഥലത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. സ്ഥലത്ത് കച്ചവട സ്ഥാപനങ്ങളെല്ലാം ആളുകൾ നേരത്തെ തന്നെ ഒഴിഞ്ഞു പോയിരുന്നു. എന്തായാലും കച്ചവട സ്ഥാപനങ്ങൾ പൊളിക്കുന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ്. സ്ഥലത്ത് നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. എന്നാൽ 29 വീടുകൾ പൊളിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ട്. അത് മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് 500-ലധികം പോലീസുകാരെ അവിടെ വിന്യസിച്ചുകൊണ്ട് അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. സിന്ധൂരി, അഖിൽ, അല്പം കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ, ഈ പുനരധിവാസം, ഈ ഒഴിപ്പിക്കുന്ന ആളുകളുടെ പുനരധിവാസത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനമായിട്ടുണ്ടോ? നിലവിൽ പുനരധിവാസത്തെ സംബന്ധിച്ച് തീരുമാനങ്ങൾ ഒന്നുമായിട്ടില്ല. ജില്ലാ ഭരണകൂടമായിട്ടും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയായിരുന്നു. എന്തായാലും പുനരധിവാസത്തിനപ്പുറം ഹൈക്കോടതി വിധിയുടെ കൃത്യമായി ഹൈക്കോടതി വിധിയുണ്ട്. ഇത്ര നാളുകൾക്കുള്ളിൽ ഇത് ഒഴിപ്പിച്ചേ മതിയാകൂ എന്ന്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിനും ശാന്തൻപാറ പഞ്ചായത്തിനും വിധി നടപ്പിലാക്കിയേ മതിയാവൂ. അതിനുശേഷം പുനരധിവാസത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ 29 കുടുംബങ്ങളുടെയും പുനരധിവാസം ഉറപ്പാക്കണം. ആ പുനരധിവാസം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ഒഴിയൂ എന്നുള്ള നിലപാടിലാണ് കഴിഞ്ഞ ദിവസം വരെ ഈ 29 കുടുംബങ്ങളും ഉള്ളത്. എന്തായാലും വീടുകൾ ഒഴിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇതേ സംബന്ധിച്ച് നിലവിൽ ഇപ്പോഴത്തെ ആളുകളുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയരുകയാണെങ്കിൽ ഇന്ന് വീടുകൾ പൊളിക്കുമോ എന്നുള്ള കാര്യത്തിൽ വരെ ഒരു അനിശ്ചിതത്വം ഉണ്ടായേക്കാം. സിന്ധൂരി, വ്യക്തമാണ്. അഖിലാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.